2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചിയിൽ പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കടകളിലും വീടുകളിലും വെള്ളം കയറി. ആദ്യ മഴയിൽ തന്നെ പശ്ചിമ കൊച്ചി വെള്ളക്കെട്ടിലമർന്നു. തുടർച്ചയായി 3.5 മണിക്കൂറോളം പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനജീവിതം ദുരിതപൂർണമായി. നഗരസഭ 12-ാം ഡിവിഷനിൽ പള്ളിച്ചാൽ റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലമർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. റോഡും കാനയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തോടെ കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ദുരിതത്തിലായി. റോഡരികിലുള്ള കടകളിൽ വെള്ളം കയറിയതോടെ വ്യാപാരികളും ദുരിതത്തിലായി. മട്ടാഞ്ചേരി ബസാറിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ കടകളിലും വെള്ളം കയറി അരിച്ചാക്കുകൾ നിറഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. ഓടകൾ വൃത്തിയാക്കുന്നതിൽ കാണിച്ച അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കനത്ത വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സവും മാലിന്യങ്ങൾ ഒഴുകുകയും ചെയ്തതോടെ ജനങ്ങൾ വളഞ്ഞു. കനത്ത മഴയ്ക്കൊപ്പം വേലിയേറ്റവും കടൽക്കയറ്റവുമായതോടെ തീരദേശ മേഖലയും ദുരിതത്തിലായി. തോരാതെയുള്ള മഴയിൽ പ്രദേശത്തെ വീടുകളും റോഡുകളും ചെറുവഴികളുമെല്ലാം വെള്ളക്കെട്ടിന്റെ മേഖലകളായി മാറി. വീടുകളിൽ വെള്ളം കയറിയതോടെ ചിലർ മറ്റു ദിക്കുകളിലെ ബന്ധുവീടുകളിലേക്കും താമസം മാറ്റി. ഫോർട്ട് കൊച്ചി, ഈരവേലി, ചക്കാമാളം, ചെർലായി, വെളി, കേമ്പിരി, കൂവപ്പാടം, ചുള്ളിക്കൽ, നസ്രത്ത്, രാമേശ്വരം, മുതലിയാർ ദേശം, മുണ്ടമ്പേലി, രാമേശ്വരം, കോളനി ദേശം, കഴുത്തുമുട്ട്, തോപ്പുംപടി, പള്ളിച്ചാൽ, ബീച്ച് റോഡ്, പരിപ്പി ജംഗ്ഷൻ, പപ്പങ്ങാമുക്ക് തുടങ്ങിയ മേഖലകളിൽ വെള്ളക്കെട്ടിലായി. പള്ളുരുത്തി മേഖലയിലും കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. വഴിയോര മാലിന്യങ്ങൾ വെള്ളക്കെട്ടിൽ ഒഴുകിയതോടെ കാൽനട യാത്രക്കാരും റോഡ് വക്കിലെ വീട്ടുകാരും വലഞ്ഞു. മാലിന്യ തടസ്സം മൂലം കാനകളിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടത് വെള്ളക്കെട്ടിനെ രൂക്ഷമാക്കി. മൺസൂൺ കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ പല ഡിവിഷനുകളിലും ശുചീകരണം നടന്നിട്ടില്ലെന്നതും ബന്ധപ്പെട്ടവരുടെ അലംഭാവവും ജനങ്ങളിൽ പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.